ക്രൈസിസിനെ നമുക്ക് എങ്ങനെ അതിജീവിപ്പാൻ നേരിടുവാൻ വേണം കഴിയും. ഹല്ലേലൂയ. അതിന് ദൈവം നമുക്ക് തരുന്നത് എന്തൊക്കെ, ഹല്ലേലൂയ, അതെങ്ങനെ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വളരെ ശക്തമായി നമുക്ക് കേൾപ്പാൻ വേണം ഇടയായി തീർന്നു. അതേ ഇന്ന് പകൽക്കാലം ദേവദാസൻ സംസാരിച്ച ആ വചനത്തിൽ നിന്നുകൊണ്ടുള്ള പാട്ടാണ് നാം പാടിയത്. നമ്മെ തിരഞ്ഞെടുക്കുന്ന ദൈവം, നമ്മെ മാനിക്കുന്ന ദൈവം, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ജനത്തെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സാക്ഷിയായി നിൽപ്പാൻ ഈ അമേരിക്കയുടെ പട്ടണത്തിൽ നമ്മെ ഒരുക്കിയതിനായി നമുക്ക് കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. തുടർന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹമേറിയ മെസ്സേജ് കഴിഞ്ഞ് രാത്രികാലം കേൾപ്പാനും വളരെ ഹൃദയസ്പർശിയായി വീണ്ടും വീണ്ടും ചിന്തിക്കത്തക്കവണ്ണമുള്ള ദൈവീയ ആലോചനകള് ദാസനിൽ കൂടെ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തുറന്നുവല്ലോ. നമ്മുടെ യാഗം എപ്രകാരമുള്ള യാഗമാണ് നാം അർപ്പിക്കേണ്ടത്? ഹല്ലേലൂയ, തെരഞ്ഞെടുക്കപ്പെട്ട യാഗം നാം അർപ്പിക്കണം. ഹല്ലേലൂയ, നാം ഹല്ലേലൂയ യാഗം അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല ആ യാഗത്തിൽ ഹല്ലേലൂയ നാം മാത്രമല്ല ഹല്ലേലൂയ നമ്മളോട് കൂടെയുള്ളവരെയും കൂടെ നാം ഒരുമിച്ച് കൂട്ടി നാം ദൈവത്തെ ആരാധിക്കണം, യാഗമർപ്പിക്കണം എന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തുറന്നു. തുടർന്ന് നമ്മുടെ മുമ്പിലുള്ള അതിജീവിപ്പാൻ ദൈവം ഒരുക്കുന്നതായ ഭക്തന്മാരുടെ വഴികളെ കുറിച്ചും നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തുറന്നു. അത് ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. തുടർന്നുള്ളതായ സമയങ്ങൾ ദൈവദാസന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സംസാരിക്കുക ദൈവത്തിന്റെ ദാസന് സമയമുണ്ട്. കർത്താവിന്റെ ദാസനെ ശക്തീകരിക്കുമാറാകട്ടെ. തുടർന്നുള്ളതായ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള എൻ്റെ സ്നേഹവന്ദനത്തിനെ ആദ്യം തന്നെ ഓർച്ചുകൊള്ളുന്നു. ഇപ്രകാരം അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യാൽ ദേവദാസനോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. തോമസ് മള്ളിക്കൽ പാസ്റ്റർക്കായി ഞാൻ നന്ദി പറയുന്നു. ഇപ്രകാരം ഇവിടെയുള്ള ദൈവസഭയിലും കൂടി വരുവാനും ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇഫ് എവറിത്തിങ് വാസ് ഓക്കെ, I was supposed to travel back. I would have been in India now. ഈ കൊറോണ വൈറസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ത്യയിലായിരുന്നേനെയും. എന്നാൽ ദൈവത്തിന്റെ വ്യത്യസ്തമായ പ്ലാനുകളും പദ്ധതിയും ഉണ്ടായിരുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും നമ്മളെ വ്യത്യസ്തപരമായ രീതിയിൽ അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലത്തെ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിച്ചു എന്ന് എക്സോർട്ടേഷൻ സമയത്ത് കേൾക്കുവാനും ദൈവദാസനിൽ കൂടെ കേൾക്കുവാനും ഒക്കെ സാധിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ട് നാം പാടിയതുപോലെ പ്രൈസ് ഗോഡ്, ഇതിനൊന്നും നാം യോഗ്യരല്ല. പ്രൈസ് ഗോഡ്, ഞാൻ പോലും യോഗ്യനല്ല. പ്രൈസ് ഗോഡ്, ഇത് ദൈവത്തിന്റെ വചനമാണ്, അതിലുള്ള ജീവനാണ്. അത് നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കിടുന്നു. പ്രൈസ് ഗോഡ്, നിങ്ങളും അത് അനേകർക്ക് പങ്കിടുക എന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കേൾക്കുന്ന വചനത്തിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ദൈവാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ ഡോണ്ട് തിങ്ക് ഇന്ന ഉദ്ദേശി പ്രസംഗിച്ചത് കൊണ്ട് എനിക്കത് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം വെറും ദൈവത്തിന്റെ സ്പീക്കേഴ്സ് ആണ്. പ്രൈസ് ഗോഡ്, വചനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആകയാൽ ദൈവത്തിന്റെ ആലോചന ഇതേ ഭാഗം നിങ്ങൾ വീണ്ടും വായിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ there is no copyrights. ഓക്കെ, നിങ്ങൾക്ക് ദൈവജനത്തെ വീണ്ടും സ്പ്രെഡ് ചെയ്യാം. അനേകരോട് ദൈവത്തിന്റെ ശബ്ദം പറയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയിൽ let's move our attention to what we have been thinking. Okay, so we studied yesterday about rising over the crisis part 1. ഇന്നലെ നാം പ്രതിസന്ധികളുടെ മുകളിൽ ഉയരുക എന്നുള്ള ഭാഗത്തിന്റെ 1ാം ഭാഗം നാം ഇന്നലെ ചിന്തിക്കുവാനായിട്ട് ഇടയാതീർന്നു. പ്രിയ ദേവദാസൻ എനിക്ക് മുമ്പായി എക്സോർട്ട് ചെയ്ത ദേവദാസൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് ഒരു റീക്യാപ്പ് കൊടുക്കുവാനായിട്ടും ഇടയാതീർന്നല്ലോ. അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഒറ്റ ചോദ്യമായിരുന്നു, അതിനെ ബേസ് ചെയ്തായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിക്കുവാൻ ഇടയാതീർന്നത്. 1ാം ഭാഗത്തിൽ പൊതുവെ നാം കേൾക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ദൈവമേ ഇതെന്താകുന്നു, ഗോഡ് വാട്ട് ഇസ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തായിരുന്നു നാം ചിന്തിക്കുവാനായിട്ട് ഇടയാതീർന്നത്. പുറപ്പാട് പുസ്തകത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നാം ഈ 5 കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇടയാതീർന്നു. പുറപ്പാട് സമയത്ത് at the time of the Exodus there were these 5 things that they did and we thought about it, and then we also studied that it's important for us to identify what is our crisis,
whatever is the whatever type of crisis we have in our life, if we can identify it, praise God, we should be able to identify a crisis during this period, and we need to move on. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യപ്പെടുന്ന അതിന്റെ രണ്ടാം ഭാഗമാണ്. പ്രൈസ് ഗോഡ്. ഈ രണ്ടാം ഭാഗത്തും പ്രത്യേകിച്ചും ഈ ക്രൈസിസ് സമയത്ത് നാം നേരിടുന്ന രണ്ടാമത്തെ തരത്തിലുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യം. This is a second type of question that you and I might be facing, especially during this lockdown season. What should I do now? ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? Praise God. This is a very interesting question, and I feel many of you might have. I have encountered this question that I am a pastor of a church, so many people call me up from my church and say, Pastor, what should we do now? എന്താണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത്? What is it that we must do? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? Praise God. As men and women of God, നാം ചെയ്യേണ്ടത് എന്താണ് ഒരു ലോക്ക്ഡൌൺ സമയത്ത് എന്ന് തിരുവചനത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ സെഷനിൽ നാം പഠിക്കാൻ പോകുകയാണ്. Praise God. ദൈവത്തിന്റെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. Praise God. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ ഇടയാക്കരുത്. Praise God. സോ ഈ ഭാഗം ചിന്തിക്കുവാനായിട്ട് ഞാൻ ബൈബിളിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ ഫോക്കസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്ന് ദാനിയേലിനെയും രണ്ട് ദാവീദിനെയും. പ്രൈസ് ഗോഡ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും കൂടെ നാം ചേർന്ന് പഠിച്ചിട്ട് പ്രൈസ് ഗോഡ് ഈ ലോക്ക്ഡൌൺ സീസണിൽ നാം എന്ത് ചെയ്യണം, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വി നീഡ് ടു ഡു എന്നുള്ള കാര്യം നാം പഠിക്കാൻ പോകുകയാണ്. സോ ഇഫ് യു ആർ വിത്ത് മീ, ലെറ്റ്സ് ജസ്റ്റ് മൂവ് അഹെഡ്. സോ ഈസ് ദാറ്റ് ഫൈൻ ദാറ്റ് ഐ എം യൂസിങ് ഡ്യുവൽ ലാംഗ്വേജ്? ഈ രണ്ട് ലാംഗ്വേജും പകുതി ഇംഗ്ലീഷ് പകുതി മലയാളത്തിൽ എടുക്കുന്നത് ബുദ്ധിമുട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. Okay, fine, cool. So my role in the lockdown, we are going to study first about my role in the lockdown, and then we are going to see another part that just as how we learned yesterday, we are going to study this section in two parts. The first part is Aditya Bhagam, what is my role in this lockdown? Praise God. ദാവീദിന്റെ ജീവിതത്തിലും ദാനിയേലിന്റെ ജീവിതത്തിലും വ്യത്യസ്തമായി കാണുന്ന ഒരു ടിപ്പിക്കൽ ലോക്ക്ഡൌൺ വേദപുസ്തകം നാം വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. വി സീ that ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. God anointed David to become the next king of Israel. So God sent prophet Samuel to the house of David, to the house of Jesse, and God specifically tells his son that God has sent me to choose one of your sons as to become the king, and finally it turns out that David has been anointed as the next king of Israel. ദാവീദിനെ അടുത്തൊരു രാജാവായിട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ സഹോദരന്മാരുടെ നടുവിൽ, തന്റെ കുടുംബക്കാരുടെ നടുവിൽ ദൈവം ശമൂവേൽ പ്രവാചകനെ അയച്ച് ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ചെയ്യുകയാണ്. God is choosing him, God is anointing him for that particular season. എന്നാൽ ഈ anointing പ്രാപിച്ച ദാവീദ് ഉടൻ തന്നെ രാജാവാകുന്നില്ല. Praise God. After getting the anointing, he is just going back to where he was before. Praise God. തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്ന അതേ വർക്കിലേക്ക് താൻ വീണ്ടും പോവുകയാണ്. Praise God. Hallelujah. I mean, it is not wrong to go back to your situation, but it is wrong to forget about your anointing. Praise God. നമ്മുടെ അഭിഷേകം താൻ അവിടെ തന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വീണ്ടും താൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തന്റെ മനസ്സിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. He knew one thing deep down in his heart. Number one, that he has the anointing of God over him. Praise God. ദൈവത്തിന്റെ അഭിഷേകം തന്റെ മേലുണ്ടെന്ന് താൻ അറിഞ്ഞു. Praise God. രണ്ട്, Praise God, താൻ ആയിരുന്ന ആ സാഹചര്യത്തിലും, Praise God, താൻ ആയിരുന്ന ആ ആടുകളുടെ കൂടെ താൻ പാർത്തോണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളും നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, he was a true worshipper. ഒരു യഥാർത്ഥ ആരാധകനായിരുന്നു. Praise God. I mean, he didn't care about whether people look at me. He didn't care about whether people appreciate me. He didn't care about how many people clap their hands for me. He didn't care about how many likes that I get when I'm preaching. He didn't care about how many likes that I get when I'm worshiping. He didn't care about all that, but he cared that I need to worship the God who anointed me. Praise God. എത്ര പേര് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എത്ര പേര് തന്നെ പ്രശംസിക്കുന്നു, എത്ര പേര് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, അതൊന്നും വിഷയമാക്കാതെ Praise God, എന്നെ അഭിഷേകം ചെയ്ത ദൈവത്തെ ഞാൻ ആരാധിക്കും. Praise God. Hallelujah. എന്റെ അപ്പനും അമ്മയും എന്നെ ത്യജിച്ചു കളഞ്ഞ
വിട്ടപ്പോൾ, even when my father and my mother forsook me, my God, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ പ്രവാചകനെ ഇരുത്താതെ നിർത്തി തന്നെ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കിയതോർത്ത് ഹല്ലേലൂയ ദാവീദ് ദൈവത്തെ ആ തന്റെ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് നാം കാണുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സോ ഡേവിഡ് വാസ് എ ട്രൂ വർഷിപ്പർ. ഹല്ലേലൂയ. ദാവീദ് ഒരു സത്യ ആരാധകനായിരുന്നു, ഒരു ട്രൂ വർഷിപ്പർ ആയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം ഈ സൂമിന്റെ കാലഘട്ടത്തിലാണ് സത്യ ആരാധകരാകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഓഫ് ചെയ്താൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും കാണാൻ പോകുന്നില്ല. പ്രൈസ് ഗോഡ്. എന്റെ ശബ്ദം മാത്രം നിങ്ങൾക്ക് നന്നായി കേൾക്കാം. പ്രൈസ് ഗോഡ്. നാം പല പല സ്ഥലങ്ങളിൽ പല പല ഭവനങ്ങളിൽ നാം കൂടി വരികയാണ്. പ്രൈസ് ഗോഡ്. There was a time that when we were in church, everyone could see whether you are clapping your hands, whether you are singing a song, whether you are doing anything. But now you have lot of opportunities to not be a true worshipper. Praise God. And now this is the time that you must remember. This is the time that we must remember. Praise God. ഈ സൂമിലുള്ള മറ്റു ആരും കണ്ടില്ലേലും there is a God above. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, സകലതും കാണുന്ന ഒരു ദൈവം. Praise God. നാം എത്രമാത്രം നാം ഇൻവോൾവ് ആകുന്നു എന്നും കാണുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. പ്രൈസ് ഗോഡ്. ആമേൻ. എത്രമാത്രം ആരാധനയ്ക്കായിട്ടും കൂട്ടായ്മയ്ക്കായിട്ടും നമ്മളെ തന്നെ എത്രമാത്രം കമ്മിറ്റഡ് ആയിട്ട് ദൈവത്തിന്റെ നാം ആയിരിക്കുന്നു എന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. And the Bible says in the book of Matthew, and the God who sees you in secret is going to reward you openly. Praise God, hallelujah. Praise God. ദൈവം ഹല്ലേലൂയ നമ്മുടെ സീക്രട്ടിൽ പ്രൈസ് ഗോഡ് കാണുന്ന ദൈവം, പ്രൈസ് ഗോഡ്, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമാണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നോട്ട് ഓൺലി ഇൻ ദ ലൈഫ് ഓഫ് ഡേവിഡ്, വി ഓൾസോ സീ ഈവൻ ഇൻ ദ ലൈഫ് ഓഫ് ഡാനിയൽ. ഡാനിയലിന്റെ ജീവിതത്തിൽ നാം അത് തന്നെ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഡാനിയലിന്റെ 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ തനിക്ക് എല്ലാവിധമായ രാജകീയ ഭക്ഷണ പാനീയം തനിക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നാം ആയിരുന്നെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുമോ? നാം ആണെങ്കിൽ അത് വേണ്ടെന്ന് പറയുമോ? Praise God. Probably we would never have said that. Wow, what a privilege. You would have said, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. You would have said, God is honoring me because I am, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്, സോ ദൈവം എന്നെ മാനിക്കുകയാണ്. സോ we may be probably ready to take up every benefit that is coming on the way. Praise God. കിട്ടുന്ന എല്ലാ നല്ല നന്മകളെ നാം ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് നാം സ്വീകരിക്കുന്ന അനുഭവമായിരുന്നേക്കാം. എന്നാൽ we see Daniel, even when he was a captive in the land of Babylon, he resolves ഒരു തീരുമാനം എടുക്കുകയാണ്. Praise God. I don't want to defile myself. രാജാവിന്റെ ഭക്ഷണപാനീയം കൊണ്ട് ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. Praise God. Hallelujah. I don't want to defile myself. എന്നെ തന്നെ ഞാൻ മലിനപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ദാനിയേൽ തീരുമാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Praise God. അപ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ രണ്ട് ഭാഗത്തും ദാവീദും ദാനിയേലും ഒരു ട്രൂ വർഷിപ്പർ ആയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരുടെ ജീവിതം കൊണ്ട് ഒരു യഥാർത്ഥ ആരാധകരായി തീർന്നത് നാം കാണുന്നു. പ്രൈസ് ഗോഡ്. ഈ ലോക്ക്ഡൌൺ സീസണിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ഒരു യഥാർത്ഥ ആരാധകരാകുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള നമ്മുടെ സമയത്തെ അല്പം കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. പ്രൈസ് ഗോഡ്. ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ അല്പം കൂടെ ബെറ്റർ ആക്കുക. പ്രൈസ് ഗോഡ്. ഒരു സത്യ ആരാധകരായി തീരുവാൻ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നാം പഠിക്കുന്ന ഒരു കാര്യമാണ്, ദാനിയേൽ ആയിരുന്നാലും ദാവീദ് ആയിരുന്നാലും പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ അഭിഷേകത്തിനു വേണ്ടിയും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടിയും കാത്തിരുന്നവരായിട്ടാണ് നാം കാണുന്നത്. പ്രൈസ് ഗോഡ്. ദാനിയേലിന്റെ ജീവിതത്തിൽ നാം കാണുകയാണ്, ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ രാജാവ് താൻ കണ്ട സ്വപ്നവും ഓർക്കുന്നില്ല, തന്റെ സ്വപ്നത്തിന്റെ അർത്ഥവും താൻ ആഗ്രഹിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നാം കാണുന്നത് ദാനിയേൽ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രാപിക്കാനായിട്ട് ദൈവസന്നിധി ഇരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതേ അനുഭവം നാം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമായി പ്രൈസ് ഗോഡ് ശിഷ്യന്മാർക്ക് ഉണ്ടായ ആ ഒരു ലോക്ക്ഡൌൺ സമയത്തും ഇതേ അനുഭവമാണ് നാം കാണുന്നത്. പ്രൈസ് ഗോഡ്. യേശു ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു പോയി. ശിഷ്യന്മാരൊക്കെ ഭയന്നിരിക്കുകയാണ്. ഏത് സമയത്താണ് യഹൂദന്മാർ വന്ന് അവരെയും ക്രൂശിക്കുന്നത്, അല്ലെ അവർക്കും പീഡ തരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട്
വ്യാകുലപ്പെട്ട് ഇരിക്കുന്ന ആ ശിഷ്യന്മാരുടെ അടുക്കൽ ആ ശിഷ്യന്മാര് എന്ത് ചെയ്യായിരുന്നു? അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ആ ലോക്ക്ഡൌൺ സീസണിൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, ദാനിയേൽ ആയാലും ദാവീദായിരുന്നാലും പ്രൈസ് ഗോഡ് അവരുടെ ലോക്ക്ഡൌൺ സീസണിൽ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞതായിട്ട് നാം കാണുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാംക്ഷിച്ചതായിട്ട് നാം കാണുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ലോക്ക്ഡൌൺ സീസണിലും നാം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താ, നാം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പ്രാപിക്കത്തില്ലയോ? പ്രാപിക്കും. ആദ്യമായി പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം ഇറങ്ങി വന്നത് എവിടാണ്? ഒരു ഭവനത്തിലാണ്. മർക്കോസിന്റെ മാളിക മുറിയിലാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുറികളിൽ നാം ഇരുന്ന് ദൈവസന്നിധിയിൽ കർത്താവേ നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, നാം ഒരു സത്യ ആരാധകരാകുക. രണ്ട്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. മൂന്നാമതായിട്ട് നാം കാണുന്നത്, ഇത് പ്രത്യേകിച്ച് നാം ദാവീദിന്റെയും ദാനിയേലിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ദാവീദിനോട് തന്റെ പിതാവ് പറഞ്ഞു, മോനെ, നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് ആ പടക്കൂട്ടത്തിലേക്ക്, ആ ഇസ്രായേൽ സൈന്യത്തിലേക്ക് താൻ പോകുവാനായിട്ട് ദാവീദിനോട് പറയുകയാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ദാവീദിന്റെ വീട്ടിൽ 8 മക്കളുണ്ട്, ദാവീദ് ഉൾപ്പെടെ. പ്രൈസ് ഗോഡ്. ദാവീദിനെ ഒഴിച്ചാൽ 3 മക്കൾ ശേഷിക്കുന്നു. പ്രൈസ് ഗോഡ്. സോറി, ദാവീദിനെ ഒഴിച്ചാൽ 7 മക്കൾ ശേഷിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിൽ നിന്ന് 3 പേര് സൈന്യത്തിൽ പോയേക്കുവാണ്. അപ്പോഴെത്രാണ് ഇനി ശേഷിക്കുന്നത്? 4 പേര് ഇനിയുമുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ 4 പേരിൽ നിന്നും ആരെയും തെരഞ്ഞെടുക്കാതെ ഇശായി ദാവീദിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയാത്തത്. സോ യു സീ ദാറ്റ് David was one among the 8 sons in the house. And there were other than David, there were 7 brothers to David. Of them, 3 of them have joined the army. So how many are there at home? Other than David, there are 4 more brothers, right? So why did Jesse select only David? He could have selected the 4th son in the house. He could have selected the 4th son in the house, the 1st, 2nd, 3rd. Eliab, Abinadab, Shammah, the first 3 sons have gone to the army. The 4th one ideally should be responsible to be sent to the battlefield to inquire about the brothers. But why did Jesse, select his son David? Praise God. Many reasons. I believe there was a divine reason. There is surely a divine reason. എന്നാൽ അതിനപ്പുറമായി മാനുഷികമായി ചിന്തിച്ചാൽ, if we think from human perspective, it was also a test for David. ദാവീദ്, നിന്നെ പകയ്ക്കുന്ന അല്ലെ നിന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കാത്ത ആ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് നിനക്കൊരു അവസരം കിട്ടുമ്പോൾ, are you going to use that opportunity? When you get an opportunity to reach out to those brothers who are jealous about you, who are not very happy about you, who may probably think evil about you, are you ready to go to them? Hallelujah. And I want to ask the same question to my dear listeners. We must make use of every opportunity, even if that opportunity means to reach out to people who have not done good towards us. നമുക്ക് വല്ലതും തിരികെ നന്മ ചെയ്യത്തില്ല എന്ന് നമുക്ക് തോന്നുന്നവരായിരുന്നാലും, praise God, are we ready to make use of an opportunity to reach out to the people around us? Praise God. We see the same thing even in the life of Joseph. Joseph was also in a lockdown right inside his house. He could not go out. തന്റെ മറ്റ് സഹോദരന്മാരൊക്കെ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ ജോസഫ് മാത്രം തൻ വീട്ടിയിരിക്കുകയാണ്. Many reasons. One of the reasons was probably their brothers didn't want him. തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ കൂടെ കൊണ്ടുവരാൻ താല്പര്യമില്ലായിരുന്നേക്കാം. But when Joseph was given an opportunity to reach out to his brothers, തന്റെ സഹോദരന്മാരുടെ അടുക്കൽ, praise God, ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് പോകുവാൻ ഒരു അവസരം കിട്ടിയപ്പോൾ, Joseph did not lose that opportunity. We see the same thing even in the life of Daniel. When Daniel found that the king is going to kill all the wise men, ആ രാജ്യത്തിലുള്ള എല്ലാ വിദ്വാൻമാരെയും സംഹരിക്കുവാനായിട്ട് രാജാവ് കൽപ്പന കൊടുത്തപ്പോൾ, ഒരു സാമാന്യമായ രീതിയിൽ ദാനിയേൽ ചിന്തിച്ചേക്കാം,
ഓ എനിക്ക് ഏതായാലും ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്, കുറച്ചുപേരൊക്കെ അങ്ങ് പോട്ടെ, എന്നെ ഒത്തിരി പറഞ്ഞിട്ടുള്ളവരൊക്കെ അങ്ങ് തട്ടിപ്പോട്ടെ, അതിന് ശേഷമായിട്ട് ഞാന് ദൈവസന്നിധി പറയാം, അല്ലെങ്കിൽ എന്റെ അടുക്കിലേക്ക് അവർ വരട്ടെ, അപ്പോൾ ഞാൻ പറയാം എന്നൊരു ചിന്ത വരുത്താതെ he made use of the opportunity that came in front of him. എന്നെ സേവിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോക്ക്ഡൌൺ സീസണിൽ ദൈവാത്മാവിനോട് ശക്തമായി സംസാരിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് അനേക അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ഇത്രയും വർഷങ്ങളായി, ഇത്രയും നാളുകളായി, ഈ ലോക്ക്ഡൌണിന് മുമ്പ് വരെ ഞാൻ മിണ്ടത്തില്ല ഇവരോട്, ഞാൻ സംസാരിക്കത്തില്ല അവരോട്, അവരെന്നോട് കാണിച്ചത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞ് വെക്കുന്ന സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, നമുക്ക് പകരം നന്മ ചെയ്യത്തില്ല എന്ന് ബോധ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം നാം നന്മ ചെയ്യുവാനായിട്ട് മനസ്സ് കാണിക്കുന്നവരായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്. ദാറ്റ് ഈസ് അവർ റോൾ ഇൻ ദിസ് ലോക്ക്ഡൌൺ സീസൺ. ഈ ലോക്ക്ഡൌൺ സമയത്ത് ലെറ്റ് us യൂസ് എവറി ഓപ്പർച്യൂണിറ്റി. നോക്കണമേ, ദാവീദ് ആ സമയത്ത് തന്നോട് പറഞ്ഞത് താൻ കേട്ടില്ലായിരുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, he would have stopped the miracle to happen in his life. പ്രൈസ് ഗോഡ്, തന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുവാനായിട്ടിരുന്ന ആ നന്മയ്ക്ക് ഒരു വലിയ തടസ്സമായിരുന്നേക്കാം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസ് അതിനെ ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമുക്ക് തരുന്ന എവറി ഓപ്പർച്യൂണിറ്റീസ്, ഓരോ ഓപ്പർച്യൂണിറ്റീസും അതിനെ വൈസ്ലി, ബൈബിളിനകത്ത് തന്നെ നമുക്ക് വായിക്കുന്നുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പ്രൈസ് ഗോഡ്. മറ്റൊരു ട്രാൻസ്ലേഷന് പറയുന്നത് അങ്ങനെയാണ്, മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഒരു ഫോൺ കോൾ ആയിരുന്നേക്കാം, ആസ് ഗുഡ് ആസ് ആർക്കെങ്കിലും കൊണ്ട് സപ്ലൈസ് കൊടുക്കുന്നവരായിരുന്നേക്കാം, നമ്മുടെ ഭവനക്കാരിലുള്ള, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ ഒരു കോൾ ചെയ്തിട്ട് പറയുവാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വി ആർ പ്രേയിങ് ഫോർ യു. As small as that, if we can do, I believe we are going to see a greater revival by the time we come out of this lockdown. ഈ ലോക്ക്ഡൌൺ തീർന്നതിന് ശേഷമായി നാം ഒരു വലിയ ഉണർവിനെ നമ്മുടെ ദേശത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും നാം കാണാൻ പോകുകയാണ്. Hallelujah. So let me just move ahead. Praise God. We must make use of every opportunity during this lockdown. Another important thing is, Daniel, he found like-minded companions. Praise God. സമാന ചിന്തകരായ ആളുകളെ താൻ തിരിച്ചറിഞ്ഞു. Praise God. He found out Shadrach, Meshach and Abednego, to whom he went and he spoke to them about the crisis, and they together joined hands in prayer. When we look at any situation, I thank God for the church. ഈ സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ക്രൈസിസ് സമയത്തും പ്രാർത്ഥനയ്ക്കായിട്ടും ഉപവാസത്തിനായിട്ടും സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ലൈക്ക് മൈൻഡഡ് ആയിട്ട് സമാന ചിന്തകരായിരിക്കുന്ന ദൈവമക്കളോട് ഒന്നിച്ചു ചേർന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടും, പ്രൈസ് ഗോഡ്, വിഷയങ്ങൾക്ക് വേണ്ടി ക്രൈസിസ് സിറ്റുവേഷനിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട്, പ്രൈസ് ഗോഡ്, സമയം കണ്ടെത്തിയ ഓരോ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാനിയേലും ഇപ്രകാരം തന്റെ കൂടുണ്ടായിരുന്ന തന്റെ കമ്പാനിയൻസിനോട് കൂടെ താനും അവിടെ ആ അറയിൽ കയറി ദൈവസന്നിധിയിൽ അവരുടെ ക്രൈസിസ് സിറ്റുവേഷനെ ദൈവസന്നിധിയിൽ വെച്ചു കഴിഞ്ഞപ്പോൾ നാം അവിടെ കാണുന്നു, പ്രൈസ് ഗോഡ്, ആകാശത്തിലെ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം, പ്രൈസ് ഗോഡ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, സകല മർമ്മങ്ങളെയും വെളിപ്പെടുത്തുന്ന ദൈവം, പ്രൈസ് ഗോഡ്, ആ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വന്ന്, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ അവരുടെ ക്രൈസിസിലെ ഒരു സൊല്യൂഷൻ, അവർ ഇമ്പോസിബിൾ ആയിട്ട് ചിന്തിച്ച സൊല്യൂഷൻ, ഇമ്പോസിബിൾ ആയിട്ട് ചിന്തിച്ച ആ ക്രൈസിസിൽ ദൈവം ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ദേശം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ ചുറ്റുപാട് അഭിമുഖീകരിക്കുന്ന, നമ്മുടെ സ്റ്റേറ്റ് അനുഭവിക്കുന്ന, ഹല്ലേലൂയ, ഈ ക്രൈസിസ് സിറ്റുവേഷനെ, ഇമ്പോസിബിൾ ആയി കാണുന്ന സിറ്റുവേഷനെ, ഹല്ലേലൂയ, പ്രയാസമായി കാണുന്ന, ചാലഞ്ചായി കാണുന്ന ഈ സിറ്റുവേഷനെ കണ്ടുകൊണ്ട് ഒരു മനസ്സോടെ, ഹല്ലേലൂയ, കരങ്ങളോട് കരം ചേർത്ത് നിർത്തി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ
കൂട്ടായ്മയ്ക്കായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി വന്ന്, ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ വീടുകളിലും നമ്മുടെ മനസ്സുകളിലും ഇറങ്ങി വന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന മിസ്റ്ററീസിനെ ദൈവം വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടുന്ന, നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം വഴികളും വാതിലും തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം മഞ്ഞും മഴയും അയക്കട്ടെ. Let there be a door opened for all those people who are sitting in the presence of God with unspoken prayer requests, that you are crying out to God from the bottom of your heart. Hallelujah. കർത്താവേ, എന്റെ ശക്തി അല്പമേ ഉള്ളൂ. കർത്താവേ, ഹല്ലേലൂയ, എന്റെ ബലം അല്പമേ ഉള്ളൂ. ഹല്ലേലൂയ, ഒരു അല്പമേ എന്നിൽ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ, നിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഈ ജനത്തോട് നീ മനസ്സിൽ ഇന്ന് ദൈവമായിരിക്കാനുള്ള സ്തോത്രം. Hallelujah. So not only Daniel, we see even David at the time of his crisis, he figured out Jonathan, who was a like-minded companion, and he together with Jonathan, they fought the enemies and turned out victorious. Praise God. We must identify like-minded companions during this lockdown season. Hallelujah. അടുത്തതായിട്ട് it's important that we pray for the nation during this lockdown season. ഞാൻ ചിന്തിക്കുകയാണ്, as far as I know, this lockdown season has enabled all of us, especially people in the church community, ദൈവസഭയിലുള്ള ദൈവജനങ്ങൾക്ക്, praise God, ദൈവം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടുള്ള ഒരു ശക്തമായ നിയോഗം തരികയും നാം ഓരോരുത്തരും അറ്റ്ലീസ്റ്റ് ഒരു 10-15 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയല്ലോ. പ്രൈസ് ഗോഡ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. പ്രൈസ് ഗോഡ്. സോ നാം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദേശത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയാക്കിയിട്ട്. നമുക്കൊന്ന് വായിക്കാം ഒരു വാക്യം, ദാനിയേൽ പ്രവചനത്തിലെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായം തോന്നുന്നു, The book of Daniel, chapter 2. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? അതിന്റെ 29-ാമത്തെ വാക്യം, Daniel 2:29. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. രാജാവേ, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. മതി. എന്തുകൊണ്ടാണ് ഈ വാക്യം നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവം നെബൂഖദ്നേസർ രാജാവിന് ഒരു വെളിപ്പാട് കൊടുത്തത്? താൻ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? വരുവാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് താൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ? ദേവദാസൻ ഒന്നുകൂടെ ഭാഗം ഒന്ന് വായിച്ച് 29-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. സംഭവിക്കാനിരിക്കുന്ന എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിനുണ്ടായി. അപ്പോൾ ആണ് ദൈവം വരുവാനുള്ള കാര്യങ്ങൾ തനിക്കൊരു സ്വപ്നമായി കൊടുക്കുവാനായിട്ട് ഇടയാത്തിരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു ബാബേൽ രാജാവ്, ഒരു ജാതീയ രാജാവിന് വരുവാനുള്ള കാര്യത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ദൈവം ഇവിടെ കൊടുത്തല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒറ്റ ക്രൈറ്റീരിയ ദൈവം നോക്കിയുള്ളൂ. വരുവാനുള്ള കാലത്തിൽ തന്റെ സാമ്രാജ്യത്തിന് എന്തുവായി തീരുമെന്ന് തനിക്കൊരു ബേർഡൻ ഉണ്ടായി എന്നേ കർത്താവ് കണ്ടുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, നമ്മുടെ രാജ്യങ്ങൾ ഭരിക്കുന്ന യെസ്, ഹല്ലേലൂയ, ഞാൻ വിശ്വാസത്തോട് പ്രൊഫറ്റിക്കലി പറയുകയാണ്, നമ്മുടെ രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ദൈവം ഒരു ബർഡൻ വരുത്തട്ടെ. വരുന്ന കാലഘട്ടങ്ങളിൽ, വരുവാനുള്ള കാലഘട്ടത്തിൽ എന്തുവായി തീരുമെന്ന് അന്വേഷിക്കുവാനായിട്ടുള്ള ഒരു ആത്മഭാരം അവർക്ക് ദൈവം കൊടുക്കട്ടെ. അങ്ങനെ അവർ തിരുവചനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ രാഷ്ട്രങ്ങളെ നയിക്കുന്ന നാഷണൽ ലീഡേഴ്സ്, ഇന്റർനാഷണൽ ലീഡേഴ്സ്, ലെറ്റ് them turn to the word of God. You see, when King Nebuchadnezzar was burdened about what is going to happen in the future, that burden was enough for God to reveal about what's going to happen
If that is the case, then how much more we can just pray for the leaders of our country, so that they would just have a burden to know about what is going to happen tomorrow, what is going to happen next. And I pray that they would be led to the word of God, and they will find the truth that there is going to be a kingdom which is going to be hewn out of the rock and is going to hit every nations, and that kingdom is the kingdom of the Lord Jesus Christ. Hallelujah. ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മുടെ രാഷ്ട്രങ്ങളിലുള്ള ലീഡേഴ്സ് ഈ ദിവസങ്ങളിൽ തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, നോക്കണേ, ദാനിയേലിന്റെ പുസ്തകത്തിൽ ആ നെബൂഖദ്നേസറിന് മാത്രമല്ല ദൈവം ആ ഒരു ദർശനം കൊടുത്തത്, രാഷ്ട്രത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ദാനിയേലിനും ദൈവം പ്രൈസ് ഗോഡ് ദർശനം കൊടുക്കുവാനായിട്ട് ഇടയായിരുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നാം ഇരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ രാഷ്ട്രങ്ങളിൽ വരുന്ന കാലങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരുവാൻ ദൈവം പ്രൈസ് ഗോഡ് ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല അതിന്. പ്രൈസ് ഗോഡ്. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനൊരു ഫാമിലി ട്രീ വേണമെന്ന് നിർബന്ധമില്ല. അതിനൊരു കണക്ഷൻ, അല്ലെങ്കിൽ റോയൽ കണക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് പിടിപാടിന്റെ ഒരു ആവശ്യവുമില്ല. പ്രൈസ് ഗോഡ്. തിശ്ബീനായ ഏലിയാവിന് ഒരു പിടിപാടുമില്ലായിരുന്നു. ഹല്ലേലൂയ. തിശ്ബീനായ ഏലിയാവിന് ഒരു കോണ്ടാക്ട്സും ഇല്ലായിരുന്നു. തന്നോട് ദൈവം ആലോചന പറഞ്ഞപ്പോൾ താന്റെ സാഹചര്യത്തിൽ നിന്ന് താൻ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്ന് ദൈവം തന്നോട് പറഞ്ഞത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സന്ദേശം, ദേശത്തിന് വേണ്ടിയുള്ള സന്ദേശം പറഞ്ഞു എങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെയും ഉപയോഗിക്കും. God can use us for the nations. Hallelujah. We know that ഇന്നത്തെ ടെക്നോളജി യുഗത്തിൽ ഒരു മെസ്സേജ് ഒരു രാഷ്ട്രപിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വളരെ ഈസിയാണ്. ട്വിറ്ററിൽ ട്വിറ്റർ ഹാൻഡിലിൽ if you send a message, it's very easy to directly go to any leaders. As simple as that. എന്നാൽ എന്നോട് ദൈവം സംസാരിച്ചതാണ്, ദേശത്തിന് വേണ്ടി ഒരു ആലോചന തന്നതാണെന്ന് ചങ്കൂറ്റത്തോട് ഒരു ഏലിയാവിനെ പോലെ പ്രൈസ് ഗോഡ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ദേശത്തിന് വേണ്ടി ഒരു ആലോചന പ്രാപിപ്പാൻ ആർക്ക് കഴിയും? പ്രിയമുള്ളവരെ, ദൈവം ഈ നാളുകളിൽ, ഈ ലോക്ക്ഡൌണിൽ നമ്മളിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ദൈവസഭയെ ഈ ആലോചനയെ നിങ്ങൾ ഏറ്റെടുക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചനകൾ പ്രൈസ് ഗോഡ് തരുവാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ആത്മഭാരത്തോട് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർക്കാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു മോശയെ കുറിച്ച് നാം കാണുന്നത്, മോശ താൻ മിദ്യാനിൽ തന്റെ അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് താൻ ഇങ്ങനെ ആ പർവ്വതങ്ങൾക്ക് ചുറ്റും താൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ജനത്തിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ജനത്തിന്റെ കണ്ണുനീർ ദൈവം കേട്ട് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ജനത്തിന്റെ പ്രയാസം ദൈവം കണ്ടു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അത് കാണുകയും അത് കേൾക്കുകയും ചെയ്ത ദൈവം മോശയോട് പറയുകയാണ്, മോശെ, നിന്റെ കംഫർട്ട് സോൺസിൽ നിന്നാൽ പോരാ. പ്രൈസ് ഗോഡ്. നിനക്ക് നിന്റെ കുടുംബമായി, നിന്റെ കുഞ്ഞുങ്ങളായി, നിന്റെ അമ്മായപ്പന്റെ ആടുകളെ മേയിച്ച് സുഖമായ ജീവിതം ജീവിച്ചോണ്ട് നിന്നാൽ, പ്രൈസ് ഗോഡ്, എന്റെ ജനത്തിന്റെ നിലവിളിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. എന്റെ പർപ്പസിലേക്ക്, ഐ വാണ്ട് യു ടു come to the purpose of your calling. Moses, you can't just stay around with the comforts of your life. നിന്റെ ജീവിതത്തിന്റെ കംഫർട്സിൽ തന്നെ നിന്നാൽ മതിയാകില്ല. Because God has called you to call you for nations. ഒരു മോശയെ കൊണ്ട് ദൈവം പ്രൈസ് ഗോഡ് almost 6 million ജനത്തെ ദൈവം നയിച്ചു എങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മോശ മതി, അല്ലെങ്കിൽ മോശയെ പോലുള്ള ചില കൂട്ടങ്ങളെ മാത്രം മതി. പ്രൈസ് ഗോഡ്. God can bring a message for a nation through a person who is ready to leave the comfort zones and get into what God is calling him for. Hallelujah. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. പ്രൈസ് ഗോഡ്. ഇന്നലെ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് വേൾഡിലെ കൊറോണ വൈറസിന്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ, I don't want to name it, but there were some countries where the number of coronavirus patients have reached till 2.4 million. 2.4. നമ്മുടെ രാജ്യത്ത് ഇവിടെ ഏകദേശം almost 3. It has really rose.
2.4 million. ഞാൻ വിചാരിച്ചു ആ രാജ്യത്തിൽ അത്രയും ജനമേ കാണത്തുള്ളായിരിക്കുന്നു. Praise God. Think about it. It has spread so much. It's time that we rise up and pray. ഈ ലോക്ക്ഡൌൺ ദൈവം നമുക്ക് തരുന്നത് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. Praise God. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ ഈ ദിവസങ്ങളിൽ ദൈവം അന്വേഷിക്കുന്നത്. സോ ദാറ്റ് ഈസ് അവർ റോൾ ഇൻ ദിസ് ലോക്ക്ഡൌൺ. അപ്പോൾ ദൈവം നമുക്ക് മാത്രമല്ല, പ്രൈസ് ഗോഡ്, നാം നമ്മുടെ ദേശത്തിലുള്ള അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലും ദൈവം ഒരു ബർഡൻ കൊടുക്കുവാനായിട്ടും അവരിലും ദൈവം ഒരു 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 ക്വസ്റ്റ് കൊടുക്കുവാനായിട്ട്, അറിയുവാനായിട്ടുള്ള ഒരു ആഗ്രഹം, എന്തുവായി തീരുമെന്ന് അറിയുവാനായിട്ടുള്ള ഒരു 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 നിയോഗം അവർക്ക് ദൈവം കൊടുക്കുവാനും അവരും ഈ സത്യത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് മൈ മെസ്സേജ്. ഈ വചനത്തിന്റെ ഈ മെസ്സേജിന്റെ ഫസ്റ്റ് ഹാഫ് ആണ്. പ്രൈസ് ഗോഡ്. നാം വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രൈസ് ഗോഡ്. വാട്ട് ഷുഡ് ഐ ഡു? പ്രൈസ് ഗോഡ്. ഞാൻ ചിന്തിക്കുന്നു, we have been learning so far, what should I do? അപ്പോൾ നാം ഇത് നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും I want to just add up some more things, and that is relevant not only to us. This is something that we can share with people who ask us, what should I do now? നമ്മളോട് ചോദിക്കുന്നവരോട്, നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നേക്കാം, അല്ലെങ്കിൽ there are people around us who may ask us, what should I do? Even for them we have a message that I would like to share. Turn with me to the book of Mark. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആ ഭാഗം ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ in the second part ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത്. Praise God. Turn with me the book of Mark and chapter 6. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ വിഷയം ഐഡന്റിഫൈ ദ ക്രൈസിസ്. നമ്മുടെ ജീവിതത്തിലുള്ള ക്രൈസിസിനെ നാം ഐഡന്റിഫൈ ചെയ്യുക, അതാണ് നാം ഇന്നലെ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് we have to face the crisis. Hallelujah. Face the crisis. Praise God. വായിക്കാം. 6-ാം അധ്യായം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 31-ാമത്തെ വാക്യം ആദ്യം വായിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കുവാൻ പോലും സമയം ഇല്ലായ കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. Okay, thank you, Pastor. ഈ ബാക്ക്ഗ്രൗണ്ട് നാം നോക്കുകയാണെങ്കിൽ, if you look at the background of this scripture, we see യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഈ 12 എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളും യേശു തന്നെ പോയി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു ദിവസം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, 12 പേരെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങള് ഇനിയും ഈ രണ്ട് പേരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുക, എന്നിട്ട് സുവിശേഷം അറിയിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ദൈവം അവർക്ക് ഒരു അധികാരം കൊടുത്തു. എന്നിട്ട് ആ അധികാരത്തോട് ഭൂതങ്ങളെ പുറത്താക്കുക. അത് ചെയ്യുവാനായിട്ട് ഈരണ്ടായിട്ട് ഇവര് പോകുവാനായിട്ട് അവർ റെഡി ആയിപ്പോയി. അങ്ങനെ അവര് പോയിട്ട് അവർ ഓരോ പട്ടണങ്ങളിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി. അവര് ചെന്നപ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. അവര് പ്രാർത്ഥിച്ചപ്പോൾ കുരുടർ കാണുന്നു. അവര് പ്രാർത്ഥിച്ചപ്പോൾ മുടന്തർ നടക്കുന്നു. പ്രൈസ് ഗോഡ്. വളരെ സന്തോഷമായി. 2 പേരായി ഇത്രയും നാളും യേശു ചെയ്തതായിട്ട് അവർ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇതേ, look, now they are doing it. They are so excited. Jesus told them that go in pair of 2, go to every town, go to every village, go and heal the people who are sick, pray for the people around you. And they probably have started seeing. The lame have started walking, the blind have started seeing, and they had seen this so far, only Jesus doing this, but now they are so excited. They don't know how to contain their excitement. And just think from our നമുക്കൊരു ലൈവായിട്ടൊരു എക്സാമ്പിൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ചർച്ചിൽ നിന്ന് പെട്ടെന്ന് ദേവദാസൻ ഡിസൈഡ് ചെയ്യുകയാണ്, കമോൺ, നമുക്ക് എല്ലാവർക്കും ഒരു ഔട്ട്റീച്ച് ചെയ്യാം. നാം ഒരു സ്ഥലത്ത് പോകുന്നു. അവിടെ നാം എല്ലാവരും ഗ്യാദർ ചെയ്ത് കുറച്ച് ഗോസ്പൽ ട്രാക്ട്സ് നമ്മൾ കയ്യിൽ എടുക്കുന്നു. എന്നിട്ട് നാം ഡിസൈഡ് ചെയ്യുകയാണ്, ഇപ്പൊ ഇവിടുത്തെ US കോണ്ടെക്സ്റ്റില് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്, നമ്മൾ ഓരോ നെയ്ബർഹുഡിൽ പോയിട്ടും എല്ലാ മെയിൽ ബോക്സസിലും ഒരു ഗോസ്പൽ ട്രാക്ട് ഇടുവാനായിട്ട്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു ഗോസ്പൽ ട്രാക്ട് ഇടുവാനായിട്ട് നാം ഡിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പാസ്റ്റർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. നമ്മുടെ ദേവദാസ് നമ്മൾ പറയുകയാണ്, ഓക്കെ, നമ്മൾ ഓരോ ടീമായിട്ടാണ് പോകേണ്ടത്. ഈ രണ്ട് പേരുടെ ടീമായിട്ട് പോകണം. ഐഡിയലി നമുക്ക് അസ്യൂം ചെയ്യാം ഹസ്ബൻഡ് വൈഫ് ആയിട്ട് പോകുക. ഓരോ വീടുകളിൽ നിങ്ങൾ പോകും.
അപ്പോൾ നിങ്ങൾ പോകാൻ തുടങ്ങി എന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ പോകാൻ തുടങ്ങി, ആശങ്കകളുണ്ട്, എന്തുവായി തീരുമെന്ന് അറിയത്തില്ല, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ എന്നും അറിയത്തില്ല. നിങ്ങൾ ഉള്ള ധൈര്യത്തോട് നിങ്ങൾ ചെല്ലുന്നു, ഒരു മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്തു, അതിലേക്ക് നിങ്ങൾ ഒരു ഗോസ്പൽ ട്രാക്ട് ഇടുന്നു. ദ മൊമെന്റ് യു പുട്ട് ദ ഗോസ്പൽ ട്രാക്ട്, ജസ്റ്റ് ഇമാജിൻ, ആ ഗോസ്പൽ ട്രാക്ട് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ സഡൻലി ദ ഓണർ ഓഫ് ദ ഹൗസ് കംസ് ഔട്ട്. ആ വീടിന്റെ ഓണർ വരുന്നു, and he is asking you, what are you doing? You tell them that Jesus loves you, and you give them a gospel tract. And suddenly the owner of the house says, please come home, va ninte veettiloട്ട് വരിക. And then you get into the house, എന്നിട്ട് അദ്ദേഹം നിങ്ങളോട് പറയുന്നു, he is telling you, listen, I was just so depressed, I was so worried. And then you get a chance to talk about Jesus. കർത്താവിനെ കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടുന്നു. And then you talk to them about Jesus, and you share God's love, and then they accept Jesus Christ. And suddenly they say, dear brother, dear sister, ഞങ്ങളുടെ വീട്ടില് ഒരു പൈതലുണ്ട്, താൻ സുഖമില്ലാതായിരിക്കുന്നു, വളരെ പനിയാണ്, അല്ലെങ്കിൽ വളരെ ഏതോ ഒരു രോഗമാണെന്ന് വിചാരിക്കുക. ആൻഡ് ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, നിങ്ങൾ ചെല്ലുന്നു, അവരുടെ മേൽ കൈവെക്കുന്നു, സൗഖ്യമാകുന്നു, ഉടൻ തന്നെ സൗഖ്യമായി, സ്പോട്ടിൽ തന്നെ സൗഖ്യമാകുന്നു. നമുക്ക് പറഞ്ഞു പോലും അറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സന്തോഷം നിറയുകയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ നാം പ്രാർത്ഥിച്ചു, നമ്മുടെ ചർച്ചിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുന്നു, നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരിക എന്ന് പറയുന്നു. എന്നിട്ട് പുറത്തിറങ്ങി അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അഗെയിൻ യു ഓപ്പൺ എ മെയിൽ ബോക്സ്, സെയിം തിങ് റിപ്പീറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു 10 വീടുകളിൽ നമ്മൾ ഓരോരുത്തർ പോയെന്ന് വിചാരിക്കുക. ഒരിടത്ത് പോയി ഒരു അത്ഭുതം നടക്കുമ്പോഴേ നമ്മുടെ മനസ്സ് നിറയും. ഇനിയും 10 ഇടത്ത് പോയി 10 അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കാൻ തുടങ്ങിയാൽ സത്യത്തിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും? എങ്ങനെങ്കിലും ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം. ക്വിക്ലി വി മേ ടേക്ക് ഫേസ്ബുക്ക് ആൻഡ് ലുക്ക് മിറക്കിൾ ഹാപ്പൻ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലും, അല്ലെങ്കിൽ വി മേ ട്രൈ ടു ഡു ഓൾ ദാറ്റ്. എന്നാൽ ആ സമയത്ത് അതൊന്നുമില്ല. സോ ദീസ് ഡിസൈപ്പിൾസ് വെർ സോ എക്സൈറ്റഡ്. അവർ വളരെ എക്സൈറ്റഡ് ആണ്. യേശുവിനോട് അവരിങ്ങനെ പറയാനിരിക്കുകയാണ്. യാക്കോബ് പറയുകയാണ്, അയ്യോ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു മുടന്തൻ, ഞാൻ അങ്ങോട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേക്കാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, അത്രേ ഉള്ളൂ, ഞാനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഒരു പൈതൽ മരിച്ചു കിടക്കുമായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ താൻ ജീവിച്ചു പോയി. അങ്ങനെ പല 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 അനുഭവങ്ങൾ ഇങ്ങനെ പറയുവാനായിട്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? അവരെല്ലാവരോടും പറയുകയാണ്, ഹലോ, നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് എടുക്കാം. നമ്മുടെ ദേവദാസൻ, നമ്മുടെ തോമസ് പാഷ, I'm just taking your name, forgive me. തോമസ് പാഷ പറയുകയാണ്, okay, let's just take a break. We'll go to Chick-fil-A, we'll have a burger. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് we go to the nearest Chick-fil-A and അവിടെ പോന്നു. ബർഗർ അങ്ങോട്ട് ഓർഡർ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ റെസ്റ്റോറന്റിന്റെ ചുറ്റും 100-500 പേര് കൂടി. എന്തിനാന്നറിയോ? തല്ലാനൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. Praise God. Hallelujah. Amen. Praise God. പ്രിയ ദേവദാസൻ നല്ല സ്നേഹമുള്ള ദേവദാസനാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ബർഗർ കൊടുത്തിട്ടേ വിടത്തുള്ളൂ. എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നറിയാം? കർത്താവ് പറഞ്ഞു, we will eat the burger later. നമുക്ക് കഴിക്കാൻ പോലും സമയമില്ല, let us go. Praise God. Immediately he takes the disciples there. Disciples are like, Lord, you brought us here for a break. We need a break. This is like, leave the break. We need to reach out to the people. ഇമ്മീഡിയറ്റ്ലി താൻ ജനത്തെയും കൊണ്ടുപോവുകയാണ്. കമോൺ ശിഷ്യന്മാരോട് പറയുകയാണ്, കമോൺ പാക്ക്. നോക്കണേ, അവിടെ വായിക്കുന്നത് യേശു പടകിൽ 34 വാക്യം വായിക്കുമ്പോൾ, യേശു ലാൻഡ് ചെയ്തപ്പോൾ, when Jesus landed, he saw a large crowd. അടുത്തിരുന്ന് വായിക്കാം ദീദാസിന്. ഏത് വാക്യം? 34. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ പേരില്ലാത്ത ആടുകളെ പോലെ ആയതുകൊണ്ട് അവർ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. Praise the Lord. Hallelujah. യേശുവിന്റെ ആ നേച്ചർ കണ്ടോ? താൻ ആ ജനത്തെ കണ്ടപ്പോൾ താൻ എല്ലാ കംഫർട്ടും മാറ്റിയിട്ട് ഉടൻ തന്നെ മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി താൻ ഓടിച്ചെല്ലുകയാണ്. Praise God. Hallelujah. താൻ ജനത്തെ കൂട്ടുന്നു, ശിഷ്യന്മാരെ പറയുന്നു, നമുക്ക് പിന്നെ കഴിക്കാം, let us get into spreading about Jesus to them. Praise God. അങ്ങനെ അവരെയും ശുശ്രൂഷിക്കുകയാണ്. Praise God. Hallelujah. കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഹോൾ എപ്പിസോഡിൽ, അങ്ങനെയാണ് അവര് ഈ ഭാഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഈ ക്രൈസിസിന്റെ സമയത്ത് we need to come to a quiet place and take some rest. Then I'll come to the next point. Don't you think that this lockdown is a time where God is making us to come to a rest?
ഒരു 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 ഏകാന്ത സമയം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്തൊരു വലിയ റിവൈവലിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോഴത്തേക്ക് വലിയൊരു റിവൈവൽ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രൈസ് ഗോഡ് ഏകാന്തതയിൽ അല്പം ആശ്വസിക്കാൻ ദൈവം അല്പം സമയം തരുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, പ്രൈസ് ഗോഡ് ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് ഗോഡ് വലിയ ഒരു റിവൈവൽ ദൈവം നമ്മുടെ ദേശത്തും നമ്മുടെ രാജ്യത്തും ദൈവം ചെയ്യും എന്ന് യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ചോദിക്കുകയാണ്. ഇത്രയും നാളും ലോകരാഷ്ട്രങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പ്രസംഗിച്ചത് കേട്ടതാണ്. ഇത്രയും നാളും ലോകത്തിലുള്ള ജനങ്ങളോട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ട്, വി ഹാവ് എ സിംഗിൾ പ്രോബ്ലം ആൻഡ് ദർ ഇസ് എ സിംഗിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ലായിരുന്നു. എല്ലാവരും പറയുമായിരുന്നു അത് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്നാൽ ഒരു വൈറസ് നമ്മളെ പഠിപ്പിച്ചതാണ് ലോക രാഷ്ട്രങ്ങൾക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു കോമൺ പ്രോബ്ലമിന്റെ സാധ്യത. പ്രൈസ് ഗോഡ്. ആൻഡ് അതിനെല്ലാത്തിനുമുള്ള ഒരു കോമൺ സൊല്യൂഷന്റെ സാധ്യത. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ it becomes easy for us to tell the world, in the same way there is a common virus inside us which is called as sin, and there is a common virus that the whole mankind has. Praise God. നമ്മ സകല മാനവജാതിക്കും ഈ വൈറസിനെ പോലെ ഈ കൊറോണയെ പോലെ തന്നെ നമ്മളെ കാർന്നു തിന്നുന്ന നമ്മുടെ നിത്യതയെ ഹല്ലേലൂയ ചോർത്ത് കളയുവാൻ ശ്രമിക്കുന്ന പാപമാകുന്ന ഒരു കോമൺ സിൻ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് എന്ന് പറയുവാനായിട്ട് അല്പം കൂടി ഇപ്പം ഈസിയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു റിവൈവലും നാം കാണാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ടുള്ള ഒരു ക്വയറ്റ് ടൈമാണ്. പ്രൈസ് ഗോഡ്. അതിനെ ശരിയായി ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഏകദേശം ഐ തിങ്ക് ഏകദേശം ഒരു 45-50 ദിവസത്തോളം തികയാണ് നാം ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട്. റൈറ്റ്? അപ്രോക്സിമേറ്റ്ലി 50 days ആകാൻ പോവുകയാണ്. ഞാനും ചോദിക്കട്ടെ, ഈ 50ാമത്തെ ദിവസം നാം ഇന്നായിരിക്കുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കി കഴിഞ്ഞ ഒരു 50 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ദേവദാസനെ ഈ ലോക്ക്ഡൌണിലെ കഴിഞ്ഞ 50 ദിവസം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളിൽ നിന്ന് ചിലർ പറഞ്ഞു വന്നേക്കാം, എന്നാൽ നമ്മളിൽ ചിലർ പറയുന്നുണ്ടായിരുന്നേക്കാം, അയ്യോ ദേവദാസനെ ഈ 50 ദിവസം വേസ്റ്റ് ആയി. ഇനി ഈ ലോക്ക്ഡൌൺ എത്ര നാൾ ഉണ്ടാവും നമുക്കറിയില്ല. എന്നാൽ ഉള്ള സമയം ഇനി വേസ്റ്റ് ചെയ്യുവാനായിട്ട് ഇല്ല പ്രിയമുള്ളവരെ. നമ്മുടെ സമയം we don't have time to waste. We have to make use of every opportunities. Improve, become better, become closer to God. അപ്പോൾ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്ന സമയമാണ്. That's how we are going to face this crisis. ഇതിനെ കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രൈസിസിനെ കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. ചിലർ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങൾ കേട്ടിട്ട്, കർത്താവേ ഞങ്ങളെ അങ്ങ് രക്ഷിക്കണേ, എങ്ങനെയോ ഇപ്പൊ നാളെ മരിച്ചു പോകുന്നുള്ള ചിന്തയില്ല. God doesn't want us to really cry thinking that we are going to die tomorrow. ദൈവം ആഗ്രഹിക്കുന്നത് നാം ഈ ക്രൈസിസിനെ നാം ഫേസ് ചെയ്യുന്നവരായി തീരട്ടെ. പ്രൈസ് ഗോഡ്. രണ്ടാമതായിട്ട് കർത്താവ് ഈ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം 37ാമത്തെ വാക്യം, ദേവദാസൻ 37ാമത്തെ വാക്യം ഒന്ന് വായിക്കാം പ്ലീസ്. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. കാരണം ശിഷ്യന്മാര് പറയുകയാണ്, കർത്താവ് എങ്ങനെയെങ്കിലും ഇവര് പറഞ്ഞു വിട്, അവർ വീട്ടിൽ പോയി അവരവരുടെ ഭക്ഷണം നോക്കിക്കോട്ടെ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ദൈവസഭയോട് നമ്മളോടും ദൈവം പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. പ്രൈസ് ഗോഡ്. യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും ആശയില്ലാത്ത, നമ്മുടെ ചുറ്റും ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത ഒരു കൂട്ടം ജനത്തെ നാം കാണുന്നു. അവരെ ഫീഡ് ചെയ്യുവാനായിട്ട് നമുക്ക് എന്തുണ്ട്? യു ഗിവ് ദം സംതിങ് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ആഹാരമായിരിക്കും ഓർമ്മ വരുന്നത്. എന്നാൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു, ആഹാരം മാത്രമല്ല, സമാധാനം ഫീഡ് ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് തയ്യാറാക്കാം. മറ്റുള്ളവരിലേക്ക് ദൈവിക പ്രത്യാശ ഫീഡ് ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തെ ഫീഡ് ചെയ്യുവാനായിട്ട്, നമ്മളിൽ വ്യാപരിക്കുന്ന അതേ സന്തോഷത്തെ പ്രൈസ് ഗോഡ് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് പ്രൈസ് ഗോഡ് ലെറ്റ് us get ready to feed the people around us. മൂന്നാമതായിട്ട് പറയുന്നത് അതിന്റെ 38ാമത്തെ വാക്യം വായിച്ചു. 38ാം വാക്യം, അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. മതി, ചെന്ന് നോക്കുവീൻ. മൂന്നാമതായിട്ട് ഈ ക്രൈസിസ് സമയത്ത് നാം ചെയ്യേണ്ടത്, we have to search what is it that we have inside us. നാം ചെന്ന് നോക്കേണ്ടതാണ്. പ്രൈസ് ഗോഡ്. We have to search within ourselves.
എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എനിക്ക് ഈ ലോകത്തിന് ഓഫർ ചെയ്യുവാനായിട്ട് എന്തുണ്ട്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ ഹാവ് ഇൻസൈഡ് മീ ടു ഓഫർ ടു ദ വേൾഡ്? ഏകദേശം 4 ആഴ്ചകൾക്ക് മുമ്പായി, 4-5 ആഴ്ചകൾക്ക് മുമ്പായി ഞാൻ ഇവിടെ എന്റെ സിസ്റ്ററിലോടെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ദിവസരതി പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, കർത്താവെ, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ രാജ്യത്തിൽ ഉള്ള ജനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പ്രൈസ് ഗോഡ്. വിസിറ്റിങ്ങിനാ വന്നതെങ്കിലും പ്രൈസ് ഗോഡ്, ഈ രാജ്യത്ത് ദൈവമേ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു എങ്കിൽ ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവം എന്നെ നീ ഉപയോഗിക്കണം. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ്, ഞാനൊരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളായിട്ട് ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെയുള്ള സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾ അവരുടെ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിൽ കൂടെയാണ്. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് എനിക്കൊരു ഐഡിയ തരുവാനായിട്ട് ഇടയായിത്തീർന്നു. വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ഗൂഗിൾ ക്ലാസ് റൂം? അങ്ങനെ ഗോഡ് ഹെൽപ്പ് മീ ടു സ്റ്റാർട്ട് എ ഗൂഗിൾ ക്ലാസ് റൂം. സോ ഗൂഗിൾ ക്ലാസ് റൂമിൽ സ്പെഷ്യലി ഫോർ ചിൽഡ്രൻ, മെയിൻലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. 3 ഗ്രൂപ്പായിട്ട് തന്നെ, എലിമെന്ററി, ഹൈസ്കൂൾ, മിഡിൽ സ്കൂൾ, അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് തന്നെ ഒരു ക്ലാസ് റൂം തുടങ്ങിയിട്ട് പ്രൈസ് ഗോഡ് എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ അസൈൻമെന്റ് അവർക്ക് കിട്ടുന്നത് പോലെ തന്നെ എവ്രി കിഡ് ഗെറ്റ് എൻ ഡിവോഷൻ പാസേജ് ഇൻ ദ മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവർക്ക് ഒരു ഡിവോഷൻ പാസേജ് കിട്ടും. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. എന്നിട്ട് they have to just read those passage, think about the passage in the same lines. എന്നിട്ട് ഈവനിങ് സമയത്ത് maybe they get a game. Kahoot എന്ന് പറഞ്ഞ ഒരു ഗെയിം ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ they get a game. That game is like a quiz. It's a Bible quiz. അന്ന് വായിച്ച പാസേജിനെ കണക്ട് ചെയ്യുന്ന ഒരു ബൈബിൾ ക്വിസും അങ്ങനെ ഒരു സംരംഭം തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിലും അല്ലെങ്കിൽ ഇങ്ങനെ സൂം മീറ്റിംഗ്സിലൊക്കെ അത് ഷെയർ ചെയ്യുവാനായിട്ടും അനേക കുഞ്ഞുങ്ങൾ അതിൽ കൂടെ കണക്ട് ചെയ്യുവാനായിട്ടും ദൈവം സഹായിച്ച് ഓർത്താൻ ശ്രദ്ധിക്കാന്ന്. മറ്റൊന്നും അതിനാവശ്യമില്ല. ജസ്റ്റ് ഒരു Gmail ID വേണമെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ Gmail ID ഉണ്ടെങ്കിൽ അത് മതി. ആ Gmail ID കൂടെ അവർ ആ ക്ലാസ് റൂം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർക്ക് ആ ക്ലാസ് റൂമിൽ കണക്ട് ആകുകയും അവർക്ക് ബൈബിൾ ഡിവോഷൻസ് കിട്ടുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബൈബിൾ നോളജും അല്ലെങ്കിൽ അപ്രകാരം ചെറിയ ആക്ഷൻ സോങ്ങുകളെ ചെറിയ തോതിലുള്ള പാട്ട് പഠിക്കുക. അപ്പൊ ഓരോ ടാസ്ക് അവരെ കൊടുത്ത് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു നീഡ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തരികയും അങ്ങനെ ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഏകദേശം 80ഓളം വരുന്ന കുഞ്ഞുങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം, പ്രൈസ് ഗോഡ്, നാം ചെന്ന് നോക്കിയാൽ വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, അന്വേഷിപ്പീൻ കണ്ടെത്തും. നാം പലപ്പോഴും അന്വേഷിക്കാത്തതുകൊണ്ടാണ് നമ്മളിലുള്ള കൃപകൾ നാം കണ്ടെത്താത്തതാണ്. നമ്മളിലുള്ള പൊട്ടൻഷ്യൽ നാം മനസ്സിലാക്കാതെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഒക്കെ പലപ്പോഴും നാം മിസ് ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത്, ഡോണ്ട് മിസ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. ചെന്ന് നോക്കുവിൻ. കാരണം കർത്താവിന് അറിയാം നിങ്ങളുടെ പക്കൽ 5 അപ്പം ഉണ്ട് എന്ന്. ഗോഡ് നോസ് ദാറ്റ് യു ഹാവ് 5 loaves with you. ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നോക്കുവാനായിട്ട് പറയുന്നത്. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഈ സൂമിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്, ചെന്ന് നോക്കുവീൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലും ദൈവം ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ദേശത്തിന് ഓഫർ ചെയ്യുവാനായിട്ടുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഓഫർ ചെയ്യുവാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് അതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനിയും അതിന്റെ 50ാമത്തെ വാക്യം വായിക്കാം. 50. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവർ അവരോട് സംസാരിച്ചു, ധൈര്യം, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷമായി ഇവരിപ്പോഴും എക്സൈറ്റഡ് ആണ്. കർത്താവിനോട് ഇതുവരെ അവർ പറഞ്ഞില്ല എന്തുവാ സംഭവിച്ചത്. രാവിലെ നടന്ന സംഭവം ഇതുവരെ കർത്താവിനോട് പറഞ്ഞില്ല. അപ്പോഴാണ് 45ാമത്തെ വാക്യത്തിൽ ഉടൻ തന്നെ യേശു ശിഷ്യന്മാരെ ഒരു പടകിൽ കയറ്റി പെട്ടെന്ന് തന്നെ നിങ്ങൾ അക്കരെ പോകുക എന്ന് കർത്താവ് അവരോട് പറയുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർ വിചാരിക്കുകയാണ്, യേശുവിനോടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. ആകെ കർത്താവ് വരട്ടെ, നമുക്ക് പറയാം, ഞങ്ങളിൽ കൂടെ നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് പറയാം. വി ആർ ഗോയിങ് ടു ഷെയർ വിത്ത് ഹിം, വി ആർ ഗോയിങ് ടു ടോക്ക് ടു ഹിം. ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞിങ്ങനെ വളരെ എക്സൈറ്റ്മെന്റിൽ അവര് കുറെ നേരമായി രാത്രി മുഴുവനായി കർത്താവ് വന്നതേയില്ല. ഇനിയും രാത്രി ആയപ്പോഴത്തേക്ക് കാറ്റും ഓളങ്ങളും തിരമാലകളും ഒക്കെ ഉയരാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഇത്രയും നാളും അവര് കണ്ടിട്ടുള്ള ഒരു കർത്താവ് എന്ന് പറഞ്ഞാൽ കാറ്റും ഓളങ്ങളും തിരമാലകളും വരുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ശാന്തമാകുന്ന ഒരു അനുഭവമാണ് ഇത്ര നാളും കണ്ടത്. പ്രിയമുള്ളവരെ, നാമും പലപ്പോഴും ആ ഒരു അനുഭവത്തിലല്ലേ എക്സ്പെക്ട് ചെയ്തത്. കൊറോണ വൈറസിന്റെ ഈ കാറ്റ് അങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്ക് നാം എല്ലാവരും പ്രതീക്ഷിച്ചു, കർത്താവ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കാറ്റിനെ ദൈവം അടക്കി ശാന്തമാക്കും.
എന്നാൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നാം ഇവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. യേശു ഓളങ്ങളുണ്ട്, തിരമാലകളുണ്ട്, പടക് ഇങ്ങനെ അലയുന്നു. ഇതിനോടൊന്നും കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. God is not saying anything to the raging winds. God is not saying anything to the waves. God is not saying anything to the seas. എന്നാൽ ദൈവം പറയുന്നത് ആരോടാ? ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോടാണ് ദൈവം സംസാരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാനും പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, കർത്താവെ ഈ കാറ്റിനെ, ഈ കൊറോണ വൈറസിന്റെ കാറ്റിനെ ഒന്ന് ശാന്തമാക്കണമേ, കർത്താവെ നീ ഇടപെടണമേ എന്ന് നാം പ്രാർത്ഥിച്ച ഒരു സമയമുണ്ട്. നാം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അങ്ങനെ വിടുതൽ തരിക മാത്രമല്ല, അതിനെ ഫേസ് ചെയ്യുവാനായിട്ടുള്ള കൃപ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കാറ്റിനെ ഫേസ് ചെയ്യുവാനായിട്ട്, ആ ഓളത്തെ ഫേസ് ചെയ്യുവാനായിട്ട് ദൈവം ഈ ഭാഗത്ത് കർത്താവ് കാറ്റിനോടോ കടലിനോടോ ഒന്നും പറയുന്നില്ല. എന്നാൽ പറയുന്നത് ആരോടാണ്? പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരോടാണ് ദൈവം പറയുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മളിൽ ഭയമുണ്ടെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ധൈര്യപ്പെടുക, ഞാനാകുന്നു. ഹല്ലേലൂയ, ഞാനാകുന്നു. It is I. Do not be afraid. God is looking at us and say, why are you afraid of this wave? Why are you afraid of so many deaths that are happening around you? Don't be afraid. Just believe that I am there. ഞാനുണ്ട് കൂടെ എന്ന് ഉറച്ച് വിശ്വസിക്കുക. എന്നിട്ടാണ് പത്രോസ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നു. പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്തും ഓളങ്ങളുണ്ട്, ആ സമയത്തും തിരമാലകളുണ്ട്, ആ സമയത്തും കാറ്റടങ്ങിയിട്ടില്ല. പത്രോസ് വെള്ളത്തിൽ നടക്കുകയാണ്. പ്രൈസ് ഗോഡ്. കാറ്റടങ്ങിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ആ കാറ്റിന്റെ നടുവിലും ആ ഓളങ്ങളുടെ നടുവിലും പത്രോസ് വെള്ളത്തിൽ നടന്നു. പ്രൈസ് ഗോഡ്. നടന്നതിന് ശേഷം പക്ഷെ അതിന്റെ 51 വാക്യം ഒന്ന് വായിക്കാമോ? 51. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി, കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. നോക്കണേ, എപ്പോഴാണ് കാറ്റ് അടങ്ങിയത്? കർത്താവ് പടകിൽ കയറിയപ്പോൾ കാറ്റ് ഓട്ടോമാറ്റിക്കലി അടങ്ങുവാനായിട്ട് ഇടയാത്തീർന്നു. എത്രയോ പടകുകളിൽ ഇന്ന് കർത്താവില്ല. എത്രയോ പടകുകളിൽ, എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ ഭവനങ്ങളിൽ, ഇവൻ വിശ്വാസികൾ എന്ന് പറയുന്ന എത്രയോ വീടുകളിൽ കർത്താവിന് ഇന്ന് സ്ഥാനമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോക്ക്ഡൌൺ സീസണിൽ കൂടെ നാം ഈ ക്രൈസിസിനെ ഫേസ് ചെയ്ത് കർത്താവിന് നാം പടകിൽ സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ, നാം അറിയുന്ന പ്രിയപ്പെട്ടവരിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം പ്രൈസ് ഗോഡ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, അവരുടെ ഭവനങ്ങളിൽ കർത്താവ് വന്ന് വസിച്ചു കഴിയുമ്പോൾ കാറ്റ് ഓട്ടോമാറ്റിക്കലി ശാന്തമാകുവാനായിട്ട് ഇടയാത്തീരും. ഓളങ്ങൾ ഓട്ടോമാറ്റിക്കലി ശാന്തമായി തീരുവാനായിട്ട് ഇടയാത്തീർക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിഷയത്തിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് സകലതും നന്നായി നിയന്ത്രിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ക്രൈസിസിനെ ഫേസ് ചെയ്യുവാനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ ക്രൈസിസിനെ ദൈവം മാറ്റുക മാത്രമല്ല, പ്രൈസ് ഗോഡ്, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പ്രൈസ് ഗോഡ്, ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ഭാവിയെ കുറിച്ചും പഠിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. വരും ദിവസങ്ങളിൽ നാം ക്രമീകരിക്കേണ്ട അനേക കാര്യങ്ങളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നാം ചെയ്യേണ്ട ഒത്തിരി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മുടെ ഭവനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പ്രൈസ് ഗോഡ്, നാം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങള്, ഡീപ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങള്, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനക്കുള്ള നമ്മൾ സംസാരിക്കണം. നാം എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് വിശ്വാസത്തോടെ നീങ്ങേണ്ടവരാവണം. പ്രൈസ് ഗോഡ്. ഈ കാറ്റിനെ കണ്ടുകൊണ്ട്, ഓളങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, പത്രോസിനെ പോലെ നാം വിശ്വാസത്തോട് മുന്നേറുന്നവരായി തീരണം. നാം പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ ജീവനെ സംസാരിക്കുന്നവരായി തീരട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ ജീവൻ സംസാരിക്കുന്നവരായി തീരട്ടെ. എന്താണ് ദൈവത്തിന്റെ ജീവൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ? അതിന് ഞാനൊരു എക്സാമ്പിൾ ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, do you speak life in your house? Do you speak life in your house? It's very difficult to think about it. Now വീട്ടിൽ, how many times have we encouraged our parents? How many times you have encouraged our children? നല്ലൊരു ആഹാരം, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഒരു ആഹാരം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം, അവിടെ അത് ഉണ്ടാക്കുന്ന കുക്ക് നമുക്ക് ഉണ്ടാക്കി, അവിടെ ഒരു നല്ല സാലഡ് കുക്ക് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ we tell him, wow, that was amazing. We just loved the salad that you made. Praise God. What about your mom? Hallelujah. What about the person who makes everything at your house? Praise God. We must learn to speak life even in our house.
We have to learn to appreciate things in our house. We have to learn to appreciate our family who is making a lot of efforts to bring everything on our table. Let us learn to speak life during this season. Hallelujah. Let us learn to speak life. It is very easy to speak death, but it is important that we speak life. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. We have to speak God's life into our family. കർത്താവേ, മേ ബി ഒരു ചെറിയൊരു പനി വന്നാൽ, അയ്യോ കൊറോണ വൈറസ് ആണോ, ചെറിയൊരു ചുമ വരുമ്പോഴത്തേക്ക്, ഓ മൈ ഗോഡ്, ഹാവ് യു ഗോട്ട് കോവിഡ്? It's like you are speaking death. Let's not speak death. Let's speak life during this situation. I will overcome. I will turn out victorious. Let us speak life. Let us be intentional. മനഃപൂർവമായി തന്നെ നാം ദൈവത്തിന്റെ ജീവനെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വീടുകളിലും നാം സംസാരിക്കുന്നവരായി തീരട്ടെ. ലെറ്റ് us ഷെയർ ലൈഫ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ജീവനെ മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നാം റെഡിയാകാം. ലെറ്റ് us live the life. പ്രൈസ് ഗോഡ്. നമ്മളിൽ ദൈവം വരുത്തിയിരിക്കുന്ന ആ ജീവനെ, പ്രൈസ് ഗോഡ്, ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, I believe God has been talking to you from these words. I just want to share a small experience of my life. ദൈവത്തിന് നമ്മളോട് കൃത്യമായിട്ട് എത്ര സംസാരിക്കാൻ കഴിയും? ഒരു ലോക്ക്ഡൌൺ സമയത്ത് എത്ര ശക്തമായിട്ട് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഒരു ചെറിയ പേഴ്സണൽ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ പിതാവ് താൻ കർത്താവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഈ സത്യദൈവത്തെ അന്വേഷിപ്പാൻ താൻ ഇറങ്ങിയപ്പോൾ അനേക പ്രതികൂലങ്ങളും പ്രയാസങ്ങളും തന്റെ ഭവനത്തിലുണ്ടായി. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം തന്നെ നിർത്തി തന്റെ ഭവനത്തിൽ നിന്ന് ആരുമേ താൻ ഏകനായ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ കാലക്രമേണ ആരും ശേഷിക്കാതെ എല്ലാവരെയും ദൈവം കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ ഭാഗമാണ്, ഇന്നലെ ഞാൻ പറയുവാനായിട്ട് ഇടയാത്തിരുന്ന ഭാഗമാണ്. എന്റെ പിതാവ് മാതാവായിരുന്നു ഞങ്ങൾക്കൊരു റോൾ മോഡൽ. അവര് ഞങ്ങളിൽ ഇൻസ്പയർ ചെയ്ത ആ സുവിശേഷത്തിന്റെ വിത്താണ് പ്രൈസ് ഗോഡ് പിന്നത്തേതിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രൈസ് ഗോഡ് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുവാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടെ നിന്നതാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ മുഖാന്തരം ഞാൻ സെക്യുലർ സ്റ്റഡീസിലേക്ക് പോയി. എന്നാൽ ദൈവത്തിന്റെ കണ്ണ് എൻ്റെ മേൽ ഉണ്ടായിരുന്നു, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. 2012 ഒരു ചെറിയ പ്രയർ ഫെലോഷിപ്പ് തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. ഒരു ഹിന്ദി ഫെലോഷിപ്പ് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. 2012 ഞാൻ ജോലിയോട് കൂടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അങ്ങനെ ജോലിയോട് കൂടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് ദൈവസഭയെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. എന്നാൽ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ട്. ഫുൾ ടൈം ഇറങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ഫുൾ ടൈം ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ചാലഞ്ചുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ, കർത്താവ് എനിക്ക് ഫുൾ ടൈം ഇറങ്ങാൻ താല്പര്യമില്ല. എന്നെ ഫുൾ ടൈം ഇറക്കുവാൻ കർത്താവെ നിനക്ക് താല്പര്യമാണെങ്കിൽ കർത്താവെ എന്നോട് മാത്രമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വചനം നീ എനിക്ക് തരണമെന്ന് ഞാൻ ദൈവസന്നിധി പറയുവാനായിട്ട് തരുന്നു. I started telling the Lord, I don't want something that you spoke to Peter or to James or to Paul. I want something that is for me. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു വചനം എനിക്ക് വേണമെന്ന് ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വേദപുസ്തകം ഇത് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലായിരുന്നു, ഇത് എനിക്ക് വേണ്ടിയുള്ളത്. ദിസ് ഇസ് മൈ പേഴ്സണൽ ബുക്ക്. അങ്ങനെയാണെങ്കിൽ എന്നോടും നീ സംസാരിക്കണം. അങ്ങനെ ഒരു ജനുവരി മാസം 2019 ജനുവരി മാസം ഒരു പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തലേ രാത്രി ദൈവാത്മാവ് എന്നോട്, ബറിയോനായ ശിമോനെ, ഇവയിലധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യം എന്നോട് രാത്രിയിൽ ദൈവം ചോദിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ മുമ്പേ പറഞ്ഞാണ്, എനിക്ക് ശിമോനോട് പറഞ്ഞതോ പൗലോസിനോട് പറഞ്ഞതോ ഒന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടിയുള്ള എന്നോടായിട്ടുള്ള ഒരു ദൂത് എനിക്ക് വേണം. അങ്ങനെ നീ എന്നോട് സംസാരിക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫുൾ ടൈം ഇറങ്ങുവാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ ബൈബിൾ വായിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ വായിക്കുന്നത് പ്രോവേർബ്സ് ചാപ്റ്റർ 27 ആണ്. സദൃശവാക്യങ്ങൾ 27 അധ്യായം അതിന്റെ 27 വാക്യം വായിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ തുടർമാനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിന് മുമ്പ് 25 അധ്യായം വായിച്ചായിരുന്നു. തലേദിവസം 26 അധ്യായം വായിച്ചു. ആ ദിവസം ജനുവരി മാസം 17 27 അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സദൃശവാക്യത്തിൽ നിന്നും ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ദൂത് ദൈവം എനിക്ക് തരുമോ. ഞാൻ ചിന്തിച്ചത് മോശയോട് പറഞ്ഞതോ അല്ലെങ്കിൽ യോശുവയോട് പറഞ്ഞതോ
അങ്ങനെ എന്തെങ്കിലും ഒരു വചനമായിരിക്കും, ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരു വചനമായിരിക്കും. അപ്പോൾ ഞാൻ വളരെ റിലാക്സ് ആയിട്ടാണ് അങ്ങനെ ദൈവം ഇന്ന് സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയോടെയാണ് തന്നെ ഇരിക്കുന്നത്. So while I was reading Proverbs chapter 27, when I came to the 23rd verse, അവിടെ എഴുതിയിരിക്കുന്നത്, praise God, നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. Be sure that you know the condition of your flocks. Give careful attention to your herds. ഞാൻ പറഞ്ഞു, ഓക്കെ, ഇന്ന് രാവിലെ ദൈവം എന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കുക, ദൈവം തന്നിരിക്കുന്ന ആടുകളെ ഒക്കെ നന്നായി ഒന്ന് ജാഗ്രതയോടെ നോക്കുവാനായിട്ട് ദൈവം എന്നെ ഉത്സാഹിപ്പിക്കുക എന്ന് വളരെ ഇങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മാർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ അടുത്ത വാക്യം ദൈവാത്മ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ദൈവാത്മ അതിന്റെ 24ാമത്തെ വാക്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. റിച്ചസ് വിൽ നോട്ട് എൻഡ്യൂർ ഫോർ എവർ, ക്രൗൺ ഇസ് നോട്ട് സെക്യൂർ ഫോർ ഓൾ ജനറേഷൻ. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ലല്ലോ, കിരീടം തലമുറയോളം ഇരിക്കുമോ? പ്രൈസ് ഗോഡ്. ഒരു നിമിഷം ഞാൻ എന്റെ ചിന്തയിലേക്ക് ഈ വചനം പോകുവാൻ തുടങ്ങി. അന്ന് ഞാൻ നല്ലൊരു ജോലി ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ഐ എം ഹോൾഡിംഗ് എ ഗുഡ് പോസ്റ്റ് ഇൻ ദ കമ്പനി. ദൈവാത്മാ എന്നോട് സംസാരിക്കാൻ തുടങ്ങി, ഈ സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ലല്ലോ, കിരീടം തലമുറയോളം ഇരിക്കുമോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവവചനത്തിൽ എവിടെയെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ഉത്തരത്തിന് വേണ്ടിയല്ല. ആദാമിനോട് ദൈവം ചോദിച്ചു, ആദാം നീ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ആദാം എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. ആ ചോദ്യം കർത്താവ് ഞാൻ ഇവിടെ ആണ് എന്നുള്ള ഒരു ഉത്തരത്തിന് വേണ്ടിയല്ല, പിന്നെയോ തന്നെ ഒന്ന് ശോധനം ചെയ്യാൻ വേണ്ടിയായിരുന്നു. കായിനോട് ദൈവം ചോദിച്ചു, നിന്റെ സഹോദരനായ ആബേൽ എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടാണെന്ന് അറിയാൻ വേണ്ടിയല്ല ചോദിച്ചത്, ഒന്ന് സ്വയം റിഫ്ലക്ട് ചെയ്യുവാനായിട്ടാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് എനിക്കുള്ള സമ്പത്ത് അത് എന്നേക്കും ഇരിക്കുന്നില്ലല്ലോ, ഇന്ന് എനിക്കുള്ള പൊസിഷൻ, എനിക്കുള്ള കിരീടം അത് തലമുറകൾ ഇരിക്കുന്നില്ലല്ലോ. തീർന്നില്ല, അടുത്ത വാക്യത്തിലേക്ക് ദൈവാത്മാവ് എന്നെ കൊണ്ടുപോയി. അടുത്ത വാക്യം 26ഉം 27ഉം വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദ ലാംബ് വിൽ പ്രൊവൈഡ് യു വിത്ത് ക്ലോത്തിങ്. വസ്ത്രത്തെ കുറിച്ചാണ് നിനക്ക് ചിന്ത, കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനാകും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനോട് മിനിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത വാക്യത്തിലേക്ക് കയറിയപ്പോൾ 27ാമത്തെ വാക്യത്തിൽ, പ്രൈസ് ഗോഡ്, യു വിൽ ഹാവ് പ്ലെന്റി ഓഫ് ഗോട്ട്സ് മിൽക്ക് ടു ഫീഡ് യുവർ ഫാമിലി. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ അതെന്തുവാണ് വാക്യം? നിന്റെ ഭവനക്കാരുടെ നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവനോട് പറഞ്ഞു, നിനക്ക് ആഹാരത്തെ കുറിച്ചാണോ ചിന്ത, ആടുകൾ നിന്നെ പോറ്റിക്കൊള്ളൂ. പ്രൈസ് ഗോഡ്. വസ്ത്രത്തെ കുറിച്ചാണ് ചിന്ത, കുഞ്ഞാടുകൾ നിന്നെ പോറ്റിക്കൊള്ളൂ. ഈ വചനം കേട്ടപ്പോൾ, ഈ വചനം അന്ന് രാത്രി അപ്പാൽക്കാലം എന്നോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഐ സെഡ് ഹാൻഡ്സ് ഡൗൺ, കർത്താവേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഭാഗത്ത് നിന്ന് എന്നോട് സംസാരിക്കും. അങ്ങനെ ജോലിയിൽ നിന്ന് ദൈവകൃപയാൽ അത് റിസൈൻ ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ കർത്താവ് തന്ന ഒരു നിയോഗപ്രകാരം, പ്രൈസ് ഗോഡ്, ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഉള്ള അനുഭവത്തിൽ നിന്ന് വെച്ച് നോക്കിയാൽ അവനാർക്കും കടക്കാരനല്ല. പ്രൈസ് ഗോഡ്. അവനൊന്നിനും മുട്ടുവരുത്താതെ ഞങ്ങളുടെ കുടുംബത്തെ വളരെ ഭദ്രമായി തന്നെ നടത്തുവാനായിട്ട് ഇടയായിരുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ജനുവരി മാസം റിസൈൻ ചെയ്യുകയും ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും പുതിയൊരു സ്ഥലത്ത് ഒരു പുതിയ വർക്കും ദൈവം തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ 2012 പയനിയർ ചെയ്ത ഈ ഹിന്ദി ഫെലോഷിപ്പ് നടത്തിക്കൊണ്ട് വരവേ ഈ 2019 ഫുൾ ടൈമിന് വേണ്ടി ഇറങ്ങുവാൻ റിസൈൻ ചെയ്യുകയും, പ്രൈസ് ഗോഡ്, ഫെബ്രുവരി മാസം മുതൽ ഒരു തിലക് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് ഫെലോഷിപ്പ് കൂടെ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ 2 കൂട്ടായ്മകളും ശുശ്രൂഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഓവരുടെ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. എനിക്ക് എൻ്റെ വൈഫും എനിക്ക് ഒരു മകളുമുണ്ട്. ഇപ്പോൾ 5.5 വയസ്സുള്ള മകളാണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഈ കോൺഫറൻസ് കോളിൽ, സൂം കോളിൽ എൻ്റെ സഹോദരനും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ചിലരൊക്കെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. They also wanted to just be part of this. Praise God. ഇപ്രകാരം നിങ്ങളോട് ഒന്നിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കാമെന്ന്. ഞാൻ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് അവസാനത്തേക്ക് വെച്ചതിന്റെ ഉദ്ദേശം ഇതാണ്. ദൈവത്തിന് നമ്മുടെ സാഹചര്യത്തിൽ നാം അന്വേഷിക്കുന്നുവെങ്കിൽ നമ്മളോട് സംസാരിപ്പാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് പറയുവാനായിട്ടാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. We have to be, പ്രൈസ് ഗോഡ്, സ്പെസിഫിക്. നാം ദൈവസന്നിധിയിൽ ചെന്നിട്ട്, കർത്താവേ, എന്റെ സാഹചര്യത്തിലേക്ക് നീ ഒന്ന് ഇടപെടണമെന്ന്
നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രൈസ് ഗോഡ്, ദൈവവചനം വലിയൊരു സമുദ്രമാണ്. പ്രൈസ് ഗോഡ്, ദൈവം അതിൽ നിന്ന് നമ്മുടെ സാഹചര്യത്തിലോട്ട് ദൈവം സംസാരിപ്പാൻ ഇടയായിത്തീരും. ഹി വിൽ ടോക്ക് ടു us. പ്രൈസ് ഗോഡ്. അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ഏത് സാഹചര്യത്തിലും സംസാരിക്കുന്ന ദൈവമാണ്. കാറ്റിനെയും കടലിനെയും കണ്ടുകൊണ്ട് ഭയപ്പെടുവാനായിട്ടല്ല, പിന്നെയോ കർത്താവിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise God. Praise God. Praise God. Hallelujah. Glory to God. Hallelujah. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കേട്ടതായ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് ഇന്ന് സംസാരിച്ചതായ വചനം പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആ പ്രതിസന്ധികളുടേതായ അവസ്ഥകളില്, ആ സാഹചര്യങ്ങളിൽ നമ്മളുടെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുവാനുള്ളതായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യുവാൻ കോണം കഴിയും. വളരെ ശാന്തമായ നിലയിൽ, വളരെ വ്യക്തമായ നിലയിൽ, വിവിധമാകുന്ന ഉദാഹരണങ്ങൾ കൂടെ, ക്യാരക്ടർ പ്രസന്റേഷനിൽ കൂടെ, അതേപോലെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട്സുകൾ കൂടെ ഒക്കെ അദ്ദേഹം വളരെ മനോഹരമായ കാര്യങ്ങളെ പറയുവാൻ കോണം ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ ഒരിക്കൽ കൂടെ ആ ഭാഗങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കുവാൻ കോണം ഇടയായി